ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചൂസ് ട്യൂബ്. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നാലോ. ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5-ന്. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. ബഷീർ ഒരു നാടകം രചിച്ചിട്ടുണ്ട്, ഏതാണത്? കഥാബീജം. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത്? 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പത്മശ്രീ അവാർഡ്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് കൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഭാർഗവീ നിലയം, ബാല്യകാലസഖി. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? P.A. ബക്കർ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തി, ഏതു മരം? മാംഗോസ്റ്റീൻ. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രൊഫസർ M.K. സാനു. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? M.A. റഹ്മാൻ. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? നേരും നുണയും. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ബാലാമണി അമ്മ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകൾ. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എപ്പോൾ? 1994 ജൂലൈ 5-ന്. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന
വീടിൻ്റെ പേര് എന്തായിരുന്നു? വയലാലിൽ വീട്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേം പാറ്റ. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണത്? ചെവിയോർക്കുക ആന്തിമ കാഹളം. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ് ആരാണ്? MN കാരശ്ശേരി. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? യാ ഇലാഹി. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? പൂവമ്പഴം. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏതാണ്? തേന്മാവ്. ഉമ്മ ഞാൻ കാന്തിയെ തൊട്ടു. ബഷീറിന്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്? 1924 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1925 ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? സോജ രാജകുമാരി. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗവത് സിംഗിനെ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? MA റഹ്മാൻ. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര് എന്താണ്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. നാരായണി ഏത് ബഷീർ കൃതിയിലെ കഥാപാത്രമാണ്? മതിലുകൾ. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ എഴുത്തുകാരൻ ആര്? ഡോക്ടർ റൊണാൾഡ് E. ആഷർ. ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ തിരുമ്പുന്ന ഫ്രിഡ്ജ് എന്ന് ബഷീർ എന്തിനെയാണ് വിളിച്ചിരുന്നത്? വാഷിംഗ് മെഷീനെ.